രാത്രിക്ക് രാത്രി ലൈഫ് ജാക്കറ്റ് പോലും ഇടാതെ കപ്പിത്താന്റെ കപ്പലിൽ നിന്നും എടുത്തു ചാടിയ റെജി ലൂക്കോസിനെ രാവിലെ ആയപ്പോൾ നമുക്കൊന്നും അറിയില്ല രാമനാരായണ എന്ന മട്ടിൽ റെജിയെ അറിയില്ല, ഒരു ലൂക്കോസിനെ അറിയില്ല, ഇത്രയും നാൾ അയാൾ ആരായിരുന്നു എന്ന് ഞങ്ങൾക്ക് അറിയില്ല എന്ന് ശിവൻകുട്ടി കിടന്ന് മിഴുവുകയാണ്. ഇന്ന് രാവിലെ മാധ്യമ പ്രവർത്തകർ ചില ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾക്കറിയില്ല, ഈ റെജിനെ അറിയില്ല, ലൂക്കോസിനെ അറിയില്ല, അയാൾ CPM പാർട്ടി പ്രവർത്തകനുമല്ല, പാർട്ടിക്കാരനുമല്ല, ഒന്നുമല്ല, സഹപ്രവർത്തകനും അല്ലെങ്കിൽ സഹയാത്രികൻ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ തന്നെയല്ലേ ചാനലിൽ വിളിച്ചു വരുത്തിയിരുന്നത്, ഞങ്ങൾക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞ് ഇപ്പോൾ കൈ മലർത്തിയിട്ടുണ്ട്. താങ്കൾ ഇനി എത്ര കിടന്ന് വിഴുകിയാലും, താങ്കൾ ഇനി എത്ര കൈ മലർത്തിയാലും അദ്ദേഹം BJP പ്രവർത്തകരെയും CPM ഈ കോൺഗ്രസ് പ്രവർത്തകരെയും CPM-നെ എതിർത്തു പറയുന്നവർക്കെതിരെ, അതിന് BJP ആയിക്കോട്ടെ, കോൺഗ്രസ് ആയിക്കോട്ടെ, ആരായിക്കോട്ടെ, ശ്രീജിത് പണിക്കർ ആയിക്കോട്ടെ, അവരെ എല്ലാവരെയും വാളും പരിചയം മൂർച്ച കൂട്ടി അവരുടെ നാക്ക് വെട്ടാൻ ഉരുമിട്ട് ഇറങ്ങിയ റെജി ലൂക്കോസിന്റെ ചില വാക്കുകളും വാക്ചാതുര്യങ്ങളും നിങ്ങൾ സൈബർ ഇടങ്ങളിൽ ഷെയർ ചെയ്തിട്ടുള്ളത് ഞങ്ങൾ മലയാളികൾ ആരും മറക്കുകയില്ല. CPM-ന് വേണ്ടി CPI-യുടെ സഹയാത്രികൻ എന്ന് പറഞ്ഞ അദ്ദേഹം ഇത്രയും വർഷം മാധ്യമത്തിൽ കയറിയിരുന്ന ഡയലോഗ് അടിച്ചപ്പോഴൊന്നും നിങ്ങൾ എന്തേ അറിഞ്ഞിരുന്നില്ലേ? അദ്ദേഹം CPM പാർട്ടിയിലെ ഒരു അംഗവുമല്ല, CPM പ്രതിനിധിയുമല്ല, ആരുമല്ല എന്ന് നിങ്ങൾ ആരും ഒന്ന് കരുതിയിരുന്നില്ലേ എന്ന ചോദ്യമുണ്ട്. എന്തായാലും അതൊക്കെ ആ വഴിക്ക് പോട്ടെ. ഏതായാലും നമ്മുടെ CPM പ്രവർത്തകർ, നേതാക്കന്മാർ ഇപ്പോൾ റെജി ലൂക്കോസിനെ അറിയില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആരാണ് റെജി ലൂക്കോസ്, എന്തായിരുന്നു റെജി ലൂക്കോസ്, ഇപ്പോൾ ആരാണ് റെജി ലൂക്കോസ് എന്നൊക്കെ നമുക്കറിയാം. ഏതായാലും ഇപ്പോൾ നമുക്ക് പുറത്തു വരുന്ന വിവരം അനുസരിച്ച് റെജി ലൂക്കോസിനെ BJP സ്ഥാനാർത്ഥിയായി നിർത്താനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുന്നുണ്ട്. മണ്ണും ചാരി നിന്നവൻ പെണ്ണും കൊണ്ടുപോയി എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ, അത് തന്നെ. അതായത് ജനങ്ങൾക്ക് നന്നായി ഈ റെജി ലൂക്കോസിനെ അറിയാവുന്നത് കൊണ്ട് തന്നെ ഒരു പക്ഷേ റെജി ലൂക്കോസിനെ നിർത്തിക്കഴിഞ്ഞാൽ അവിടെ റെജി ലൂക്കോസിന് കൃത്യമായ ഒരു സ്ഥാനാർത്ഥിയെ നിൽക്കുകയാണെങ്കിൽ റെജി ലൂക്കോസിന് വോട്ട് പിടിക്കാൻ സാധിക്കും എന്നുള്ള ഒരു വിചാരത്തോടു കൂടി ഇത്രയും നാളും പ്രവർത്തിച്ച പ്രവർത്തകന്മാരെ എല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് റെജി ലൂക്കോസിനെ രണ്ടിടങ്ങളിലാണ് മത്സരിക്കാനുള്ള സാധ്യതയുള്ളത് എന്നുള്ള ചർച്ച വരുന്നുണ്ട്. ഏറ്റുമാനൂരിലും കടുത്തുരുത്തിയിലുമാണ്, ഈ രണ്ടിടങ്ങളിലുമാണ് മത്സരിക്കാനുള്ള സാധ്യതയുള്ളത് എന്ന് പറയുന്നു. ഇവിടെ കടുത്തുരുത്തിയാണ് എടുത്തു പറയേണ്ടത്. കടുത്തുരുത്തി അത് റെജി ലൂക്കോസിന്റെ തന്നെ മണ്ഡലമാണെന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ കടുത്തുരുത്തിയിൽ മത്സരിക്കുകയാണെങ്കിൽ അതൊരു നിർണായക മത്സരം തന്നെയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. 2021 ഇവിടെ ഈ മത്സരിച്ചത് ഇവിടെ മോൻസ് ജോസഫ് ആണ് മത്സരിച്ചത്. ഇവിടുത്തെ മോൻസ് ജോസഫ് ആണ് MLA, UDF-ന്റെ മോൻസ് ജോസഫ്. അന്ന് 59,666 വോട്ടുകളാണ് മോൻസിന് ലഭിച്ചത്. പിന്നീട് LDF സ്ഥാനാർത്ഥിയായിരുന്നത് സ്റ്റീഫൻ ജോർജ് ആണ്. 55,410 വോട്ടാണ് സ്റ്റീഫൻ ജോസഫ് അന്ന് നേടിയത്. പിന്നീട് ലിജിൻ ലാലാണ്, അതായത് ജില്ലാ പ്രസിഡന്റ് കൂടിയായ BJP-യുടെ ജില്ലാ പ്രസിഡന്റ് കൂടിയായ ലിജിൻ ലാലാണ് NDA-ക്ക് വേണ്ടി നിന്നത്. ലിജിൻ ലാലിന് ഏകദേശം 11,670 വോട്ടാണ് നേടാൻ സാധിച്ചത്. ഇവിടെ എടുത്തു പറയേണ്ടത് ഈ ന്യൂനപക്ഷ വോട്ട്, അതായത് ഈ ജ്ഞാനായ സഭക്കാരുടെ വോട്ട് വളരെ പ്രാധാന്യത്തോടു കൂടി ഇവിടെ എഫക്റ്റീവ് ആകുന്ന എല്ലാ റിസൾട്ടിനും ജ്ഞാനായ സഭക്കാരുടെ ഒരു വോട്ട് റിസൾട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ എഫക്റ്റീവ് ആകുന്ന കാണാൻ സാധിക്കുന്ന ഒരിടം തന്നെയാണ് ഈ കടുത്തുരുത്തി എന്ന് പറയുന്നത്. ഈ റെജി ലൂക്കോസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു ജ്ഞാനായ സമുദായക്കാരനാണെന്ന് ആണ് അറിയുന്നത്. അങ്ങനെയെങ്കിൽ റെജി ലൂക്കോസ് നിർത്തുകയാണെങ്കിൽ ആ വഴിക്ക് കൂടിയുള്ള വോട്ട് റെജിക്ക് ലഭിക്കുകയാണെങ്കിൽ അത് BJP-യെ സംബന്ധിച്ച് വലിയൊരു നേട്ടമായി മാറാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള കണക്കുകൂട്ടലാണ് റെജിയെ കടുത്തുരുത്തി നിർത്താനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുന്നത്. മാത്രമല്ല, അതായത് സമുദായിക വോട്ടിന്റെ ഒരു ഇക്വേഷൻ അത് പയറ്റാൻ തന്നെയാണ് നീക്കം. മോൻസ് ജോസഫ് തന്നെയാണ് വീണ്ടും ഒരു സ്ഥാനാർത്ഥിയാകാനുള്ള സാധ്യത ഉണ്ടാകുന്നതെന്ന് പറയുന്നു. സിറ്റിംഗ് MLA കൂടിയാണ് അദ്ദേഹം. അങ്ങനെയെങ്കിൽ കടുത്തുരുത്തിൽ അദ്ദേഹം വരുമ്പോൾ വളരെ പ്രധാനത്തോടു കൂടി വളരെ നല്ലൊരു മത്സരം കാഴ്ചവെക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അത് ഇപ്പോൾ ഇല്ലെങ്കിൽ പിന്നെ ഭാവിയിലെങ്കിലും കടുത്തുരുത്തിയിൽ റെജി ലൂക്കോസ് നിർത്തി ആ സീറ്റ് പിടിക്കാൻ, ജ്ഞാനായ സഭക്കാരുടെ വോട്ട് വഴി ആ സീറ്റ് പിടിക്കാനുള്ള ഒരു നീക്കം തന്നെയാണ് നടന്നു വരുന്നത്. ഇനി കടുത്തുരുത്തി അല്ലെങ്കിൽ പിന്നീട് വരുന്നത് ഏറ്റുമാനൂരാണ്. ഏറ്റുമാനൂരിനെ സംബന്ധിച്ചിടത്തോളം VN വാസവന്റെ മണ്ഡലമാണ് ഏറ്റുമാനൂർ എന്ന് കൃത്യമായി അറിയാമല്ലോ. ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ VN വാസവനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്കിടയിൽ രൂക്ഷമായ ഒരു വിമർശനവും രൂക്ഷമായ ഒരു ഇഷ്ടക്കേടും നിലനിൽക്കുന്ന ഒരു സമയമാണ്. പ്രത്യേകിച്ചും VN വാസവൻ ജയിച്ചു വന്ന ഏകദേശം 58,289 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു വന്ന വോട്ടുകൾ നേടിക്കൊണ്ട് 43,986 ഏകദേശം നല്ലൊരു 10,000-ന് മുകളിലേക്ക് വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് അദ്ദേഹം ജയിച്ചു കയറി വന്നത് എന്നുള്ളതാണ്. അങ്ങനെ ഇരിക്കെ അദ്ദേഹം മന്ത്രിയാകുന്നു, ഒപ്പം ദേവസ്വം ബോർഡ് മന്ത്രിയാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോഴാണ് സ്വർണ്ണക്കൊള്ള കേസ് വരുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് ഏറ്റുമാനൂരിൽ VN വാസവൻ ഇനി നിൽക്കുകയാണെങ്കിൽ ജനം തോൽപ്പിച്ച് 8 നിലയിൽ പൊട്ടിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്തായാലും VN വാസവനെ നിർത്തണമെന്ന് തന്നെയാണ്
ഒരു പക്ഷേ ഒരു ആവശ്യം വരുന്നത്. എന്തായാലും 52,289 വോട്ടുകൾക്കാണ് വി എൻ വാസവൻ നിന്നത്. മാത്രവുമല്ല വി എൻ വാസവന് എതിരെ നാട്ടകം സുരേഷ് ഇറങ്ങാനുള്ള ഒരു സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ നാട്ടകം സുരേഷ് വി എൻ വാസവൻ തമ്മിലുള്ള ഒരു പോരാട്ടം അവിടെ കാണാൻ സാധിക്കും. അവിടേക്ക് കാനായ സമുദായക്കാരൻ കൂടിയായ ഈ റെജി ലൂക്കോസ് വരികയാണെങ്കിൽ ഏറ്റുമാനൂരിൽ കടുത്തുരുത്തിക്ക് അത്ര ഇല്ലെങ്കിൽ പോലും ഏറ്റുമാനൂരിലും ക്നാനായ സഭക്കാരുടെ വോട്ട് ഉണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. അങ്ങനെയെങ്കിൽ ക്നാനായ സഭക്കാരുടെ വോട്ട് ഇങ്ങോട്ടേക്ക് മാറ്റാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോഴില്ലെങ്കിൽ ഭാവിയിലെങ്കിലും റെജി ലൂക്കോസിനെ ഏറ്റുമാനം നിർത്തി വോട്ട് പിടിക്കാനുള്ള ഒരു ലക്ഷ്യം അവിടെ നടക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷമല്ല 2021 അതിന് മുൻപത്തെ തെരഞ്ഞെടുപ്പ് നോക്കുകയാണെങ്കിൽ അവിടെ NDAക്ക് വേണ്ടി അല്ലെങ്കിൽ BDJസിന് വേണ്ടി SNDPയുടെ നേതാവ് കൂടിയായിട്ടുള്ള S തങ്കപ്പൻ നിന്നിരുന്നു. അദ്ദേഹം അവിടെ ഒരു 30,000-ലധികം വോട്ട് അദ്ദേഹം അന്ന് അവിടെ വാങ്ങിയിരുന്നു. പിന്നീട് 2021 അവിടെ വി എൻ വാസവൻ തന്നെ വിജയിക്കണമെന്നൊരു കാര്യം വന്നെങ്കിലും അത്ര ജനസമ്മത ഇല്ലാത്ത ഒരു നേതാവിനെയാണ് NDA നിർത്തിയത്. അതുകൊണ്ട് തന്നെയാണ് വലിയൊരു മുന്നേറ്റം അവർ കാഴ്ചവെക്കുന്നത്. അതിൽ അവസാന നിമിഷമാണ് TN ഹരികുമാറിന്റെ ഒക്കെ പേര് വന്നത്. ഹരികുമാറിന് അന്നോടെ 13,746 വോട്ട് മാത്രമേ നേടാൻ സാധിച്ചതുള്ളൂ. 30,000 വോട്ട് അവർ നേടിയിരുന്നു അതിന് മുൻപുള്ള തെരഞ്ഞെടുപ്പിൽ. എന്നാൽ കഴിഞ്ഞ വർഷം തന്നെ ഈ പ്രിൻസ് ലൂക്കോസ് അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. 53-ാമത്തെ വയസ്സിൽ അദ്ദേഹം കഴിഞ്ഞ വർഷമാണ് അദ്ദേഹം മരണപ്പെട്ടത്. അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. ഒരു ഹൃദയാഘാതത്തെ തുടർന്നാണ് അദ്ദേഹം മരിച്ചത്. 53-ാമത്തെ വയസ്സിലാണ്. അതുകൊണ്ട് തന്നെ UDFന്റെ സ്ഥാനാർത്ഥി ഇനി ഇക്കൊല്ലം മാറാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ വർഷം ഈ പ്രിൻസ് ലൂക്കോസിന് കോൺഗ്രസിന് വിമത ഉണ്ടായിരുന്നു. അത് ലതിക സുഭാഷാണ് കോൺഗ്രസിന്റെ വിമതയായിട്ട് അവിടെ നിന്നത്. ഏകദേശം 10,000 വോട്ട് ലതിക വാങ്ങിയിരുന്നു. ലതിക നേടിയെടുത്തിരുന്നു ഏകദേശം 10,000 വോട്ട്. അത് തീർച്ചയായും കോൺഗ്രസ് സംബന്ധിച്ച് വലിയൊരു തിരിച്ചടി തന്നെയാണ് ലതിക ഏറ്റുമാനൂരിൽ നിന്നത്. പക്ഷെ എന്നാലും വി എൻ വാസവനോടെ ജയം കണ്ടെത്തി എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി അവിടേക്ക് റെജി ലൂക്കോസ് വരികയാണെങ്കിൽ അത് എങ്ങനെയായിരിക്കും? വീണ്ടും 3-ാം സ്ഥാനത്തേക്കാണോ അല്ലെങ്കിൽ വലിയൊരു അല്ലെങ്കിൽ ഈ പറയുന്ന നാട്ടകം സുരേഷും വി എൻ വാസവൻ തമ്മിലുള്ള പോര് മാത്രമാകുമോ അല്ലെങ്കിൽ ത്രികോണ മത്സരമാകുമോ എന്ന് കണ്ടറിയണം. മാത്രമല്ല ഈ റെജി ലൂക്കോസിനെയൊക്കെ തന്നെ എത്രത്തോളം ജനങ്ങൾ സ്വീകരിക്കുമെന്നുള്ള ചോദ്യവും കൂടി അവിടെ നിലനിൽക്കുന്നുണ്ട്. ഇനി ക്നാനായ സഭക്കാരൻ മാത്രമായതുകൊണ്ട് അദ്ദേഹത്തെ ജയിപ്പിച്ച് വിടാനുള്ള സാധ്യത അവിടെ ഇല്ല. എന്നാൽ കടുത്തുരുത്തിയിൽ അതിനുള്ള സാധ്യത കൂടുതലാണ് എന്ന് മനസ്സിലാകുന്നുണ്ട്. എന്തായാലും CPMകാർക്ക് റെജി ലൂക്കോസിനെ അറിയില്ലെങ്കിൽ ജനങ്ങൾക്ക് കൃത്യമായി റെജി ലൂക്കോസിനെ അറിയാം. റെജി ലൂക്കോസ് ഇത്രയും നാളെ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ അറിയാം. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ റെജി മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നത് എൻ്റെ പിന്നാലെ CPMൽ നിന്നും നിരവധി ആളുകൾ വരും, അവരും BJPയിലേക്കാണ് വരുന്നത് എന്നാണ് പറയുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടം പറഞ്ഞ പോലെ തന്നെ ലൈഫ് ജാക്കറ്റ് പോലും ഇല്ലാതെ എടുത്ത് ചാടി തുടങ്ങിയിട്ടുണ്ട് ആളുകൾ. 1 അല്ല 2 അല്ല ഇനി അധികം ആളുകൾ, ഒരുപറ്റം ആളുകൾ എടുത്ത് ചാടാനുള്ള സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് റെജിയുടെ വാക്കിൽ നിന്ന് മനസ്സിലാകുന്നത്. ഇനി റെജിയെ സ്ഥാനാർത്ഥിയാക്കുമോ ഇല്ലയോ എന്ന് കണ്ടറിയാം. ഇനി റെജിയെ സ്ഥാനാർത്ഥിയാക്കുകയാണെങ്കിൽ നിലവിൽ ഇതുവരെ ഉണ്ടായിരുന്ന BJP പ്രവർത്തകർക്കിടയിൽ രൂക്ഷമായ ഭാഷയിൽ ഒരു ഇഷ്ടക്കേട്, ഇഷ്ടയില്ലായ്മ, അവർക്കിടയിൽ ഒരു പൊരുത്തക്കേട് ഉണ്ടാകുമോ എന്നൊക്കെ തന്നെ കാത്തിരുന്നു.